എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രതീകം കൂടിയായിട്ടുള്ള ഒരു ഗാനമാണ് വന്ദേ മാതരം. ആ വന്ദേ മാതരം എന്ന ഗാനത്തിൻ്റെ 150-ാം വാർഷികമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ആ ഗാനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്റ്റാറ്റസ് റെസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ഈ ഗാനത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമാണ് ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും ആലപിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒറിജിനലി 6 സ്റ്റാൻസുകളാണ് ഈ ഗാനത്തിനുള്ളത്. അതിലെ അവസാനം വരുന്ന 4 സ്റ്റാൻസുകളും നമ്മൾ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ അതിൻ്റെ ഫുൾ സ്റ്റാറ്റസിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ 6 സ്റ്റാൻസുകളും നമ്മളിനി ഔദ്യോഗികമായിട്ട് ആലപിക്കും. അത് തന്നെയുമല്ല, അത് ആലപിക്കുമ്പോൾ ആൾക്കാർ എണീറ്റ് നിൽക്കണം, അതിനോട് ആദരസൂചകമായിട്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട്. ഈ ഗാനം അവതരിപ്പിക്കപ്പെടുന്നത് സിനിമാ തിയേറ്ററുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് എങ്കിൽ ആൾക്കാർ എണീറ്റ് നിൽക്കണമെന്നില്ല. അതല്ല എങ്കിൽ ആൾക്കാർ എണീറ്റ് നിൽക്കണം എന്ന് തന്നെയുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം എന്തുകൊണ്ടാണ് ഈ ഗാനത്തിൻ്റെ 150-ാം വാർഷികത്തിൽ മാത്രം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ ഗാനത്തിൻ്റെ ഒറിജിനലി 6 സ്റ്റാൻസ ഉണ്ടായിട്ടും അതിൻ്റെ 2 സ്റ്റാൻസ മാത്രം ആദ്യം സ്വീകരിച്ചിരുന്നത്? ആരാണ് അത് സ്വീകരിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് അത് സ്വീകരിച്ചത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഈ 6 സ്റ്റാൻസുകളും റെസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗാനത്തിനോട് സത്യത്തിൽ പൂർണ്ണമായിട്ടുള്ള നീതി പുലർത്തുകയാണോ എന്നതിനെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875-ലാണ് വന്ദേ മാതരം രചിച്ചത്. അദ്ദേഹം ആനന്ദ് മഠ് എന്ന പേരിൽ 1882-ൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു. ആ നോവലിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്ത് ഈ ഗാനം നമ്മുടെ ദേശഭക്തരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ യുദ്ധമുദ്ര തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി തുടങ്ങിയ ആൾക്കാരെല്ലാവരും ഈ ഗാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആൾക്കാർ തന്നെയാണ്. പക്ഷേ 1930കളിൽ ഈ ഗാനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. അത് ഏറ്റവും രൂക്ഷമായത് 1937ലാണ്. അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് മുസ്ലിം ലീഗ് ഒരാവശ്യം ഉന്നയിച്ചു. അതായത് ഈ ഗാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ അവസാനത്തെ 4 സ്റ്റാൻസകളിൽ വരുന്ന എല്ലാ തരത്തിലുള്ള പരാമർശങ്ങളും ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. ഭാരതാംബയെ ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും ഒക്കെ തന്നെ പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദു എലമെൻറ്റ് അവിടെ വരുന്നുണ്ട്. തന്നെയുമല്ല, അങ്ങനെയുള്ള ചിത്രീകരണം ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇസ്ലാമിക വിശ്വാസത്തിനോട്, അതിലെ ഏകദൈവ വിശ്വാസത്തിനോട് ചേർന്നു പോകുന്നതല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അന്ന് മുസ്ലിം ലീഗ് വാദിച്ചത്. ഇതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ചില കൂടിയാലോചനകൾ നടത്തി. അവസാനം ഇതിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം സ്വീകരിക്കാനായിട്ടും അവസാനത്തെ 4 സ്റ്റാൻസ ഉപയോഗിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. അതിനുശേഷം 1937 ഡിസംബറിൽ തന്നെ ഫൈസ്പൂരിൽ നടന്ന കോൺഗ്രസിൻ്റെ സെഷനിൽ ഇത് ഒരു ഔദ്യോഗിക തീരുമാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരുന്നില്ല, അത് 1937 കോൺഗ്രസിൻ്റെ തീരുമാനമായിരുന്നു. അതും മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയൊക്കെയാണ് അന്ന് ഇങ്ങനെ ഒരു തീരുമാനം സ്വീകരിച്ചത്. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത്, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി കൂടുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ട്രങ്കേറ്റഡ് ആയിട്ടുള്ള ഈ 2 സ്റ്റാൻസയിലുള്ള വന്ദേ മാതരത്തിനെ അംഗീകരിക്കുന്നതിന് അന്നത്തെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയും തീരുമാനിച്ചു. ഇത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എങ്കിലും മുസ്ലിം ലീഗ് അവർക്ക് മതാടിസ്ഥാനത്തിൽ ഒരു പുതിയ രാജ്യം വേണം എന്ന ഒരു നിർബന്ധത്തിൽ തന്നെ ഉറച്ചു നിന്നു. 10 വർഷത്തിന് ശേഷം നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടു. അങ്ങനെ വന്ദേ മാതരത്തിൽ മതപരമായിട്ടുള്ള ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട, ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ബിംബങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് മതാടിസ്ഥാനത്തിൽ കിട്ടിയിരുന്ന പാകിസ്ഥാനുമായിട്ട് പോവുകയും ചെയ്തു. നമ്മളിവിടെ ലീഗിൻ്റെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒറിജിനൽ ഗാനത്തിൽ നിന്ന് ട്രങ്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 2 സ്റ്റാൻസകളും പാടി ഇവിടെ ഇരിക്കുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സത്യത്തിൽ ഈ ഗാനത്തിനോട് പൂർണ്ണമായിട്ടുള്ള നീതി പുലർത്തിയിരിക്കുകയാണ്. ഒന്നാമത്, ഈ ഗാനത്തിൻ്റെ യഥാർത്ഥ രൂപം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഉദ്ദേശം ഭാരതമാതാവിനെ ഒരു സമ്പൂർണ്ണ പ്രതീകമായിട്ട് ചിത്രീകരിക്കുക എന്നതായിരുന്നു. അത് കേവലം പ്രകൃതിയുടെ വർണ്ണന മാത്രമല്ല, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അറിവ്, നമ്മുടെ ശക്തി, അങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള കുറേയധികം മഹത്വമായിട്ടുള്ള ഭാവനകളുണ്ട്. ഈ കാര്യങ്ങളുടെ എല്ലാം സമന്വയം എന്ന ഉദ്ദേശത്തിലാണ് ഈ 6 സ്റ്റാൻസകൾ അദ്ദേഹം അതിൽ എഴുതിയത്. ഒരിക്കലും ഒരു സ്രഷ്ടാവിൻ്റെ സൃഷ്ടിയെ എടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചു ഭാഗം മാത്രം ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, അത് ഞങ്ങൾ എടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചില പ്രത്യേക കാരണങ്ങളാൽ ഞങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ഒരു സമീപനമേ അല്ല.
അത് ആ ഗാനത്തിനോട് ചെയ്യുന്ന നീതിയുമല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഒന്നുകിൽ ആ ഗാനത്തിനെ പൂർണ്ണമായി സ്വീകരിക്കുക, അതല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാതിരിക്കുക. പക്ഷേ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം പ്രാധാന്യമുള്ള, നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു ഗാനം എന്ന നിലയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനോളം തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗാനമാണ് വന്ദേമാതരം എന്നതുകൊണ്ട് അതിനെ ഒരു കാരണം പറഞ്ഞും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയുമില്ല. ഒരു ഗാനത്തിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിന്ന് കുറച്ചു ഭാഗത്തിനെ മാത്രം നമ്മൾ അടർത്തിയെടുക്കുകയും ബാക്കിയുള്ള ഭാഗത്തിനെ ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ തൽക്കാലം വേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്നത് ആ ഗാനത്തിൻ്റെ ആത്മാവിനെ നോവിക്കുന്നതിന് തുല്യമാണ് എന്ന് കരുതുന്നവരുണ്ട്. അതിൻ്റെ പൂർണ്ണ രൂപം ആലപിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർണ്ണ ചരിത്രത്തെ ശരിയായ അർത്ഥത്തിൽ ആദരിക്കുന്നതിനും തുല്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനത്തിലൂടെ സത്യത്തിൽ നമ്മുടെ ദേശീയ ഐക്യം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഒരു തരത്തിലുമുള്ള ഭിന്നിപ്പുകളില്ലാതെ 1937 നമ്മളിങ്ങനെ വിട്ടുവീഴ്ചയുടെ അടിസ്ഥാനത്തിൽ സാമുദായികമായിട്ടുള്ള വേർതിരിവുകളെ ഭയന്ന്, അങ്ങനെയുള്ള ചില ആൾക്കാരുടെ ത്രട്ടുകളെ ഭയന്ന് ഒക്കെ എടുത്തിരുന്ന ഒരു വിട്ടുവീഴ്ചയായിരുന്നുവെങ്കിൽ അതിനെ നമ്മളിന്ന് മറികടക്കുകയാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള ദേശീയതയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ എത്തുകയാണ്. നമ്മുടെ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പാരമ്പര്യവും സംസ്കാരവും ഒക്കെയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ മറ്റേതെങ്കിലും ഒരു തത്വത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുക, അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക എന്നൊക്കെ ചെയ്യുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പൂർണ്ണമായി വന്ദേമാതരം ആലപിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നമ്മുടെ ദേശീയ നേതാക്കൾക്ക്, അണികൾക്ക് ഒക്കെ തന്നെ എത്രത്തോളം ആവേശവും ഊർജവും ഒക്കെ പകർന്നു തന്ന വരികളായിരുന്നു അതെല്ലാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതല്ലാതെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമായിരുന്നില്ല ആൾക്കാരെ പ്രചോദിപ്പിച്ചത്. കൂടുതലും അതിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച്, നമ്മുടെ അറിവിനെക്കുറിച്ച്, നമ്മുടെ ദേശീയതയെക്കുറിച്ച് ഒക്കെയായിരുന്നു. ആദ്യ ഭാഗങ്ങളിലെല്ലാം തന്നെ പ്രകൃതി വർണ്ണന മാത്രമാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള പ്രകൃതി വർണ്ണന മാത്രമായിരുന്നില്ല വന്ദേമാതരം ആലപിക്കുന്ന ആൾക്കാരുടെ യഥാർത്ഥ ഉദ്ദേശം. അത് എല്ലായ്പ്പോഴും നമ്മുടെ കരുത്തിനെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തിനെക്കുറിച്ച് ഉള്ള ഒരു ശക്തമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അതാണ് സത്യത്തിൽ നമ്മുടെ പഴയ പോരാളികൾക്കെല്ലാം തന്നെ ഏറ്റവും വലിയ ഊർജം പകർന്നിരുന്നത്. സത്യത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആ പാട്ടിലൂടെ ഭാരതമാതാവിനെ എങ്ങനെയാണോ സങ്കല്പിച്ചത് അതിനെ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് ശരിയായ കാര്യം. ഈ ഗാനത്തിൽ നമ്മൾ സത്യത്തിൽ കാണുന്നത് ഭാരതമാതാവിനോടുള്ള ഭക്തിയാണ്, അതല്ലാതെ മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളല്ല. നമ്മുടെ രാജ്യത്തിനെ അമ്മയായി കാണുന്നു. നമ്മുടെ സംസ്കാരം, നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം, ഇതിലെല്ലാം ചേർന്ന രീതിയിലത്തേക്കുള്ള ചില വിശ്വാസ സങ്കല്പങ്ങളുടെ രീതിയിൽ നമ്മൾ ഭാരതമാതാവിനെ കാണാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ അതിൻ്റെ പ്രകൃതി സമ്പത്തിലാണെങ്കിലും അതിൻ്റെ സൗന്ദര്യത്തിലാണെങ്കിലും അതിൻ്റെ ശക്തിയിലും ജ്ഞാനത്തിലും എല്ലാം തന്നെ അഭിമാനിക്കുന്നതിന് നമ്മുടെ കുട്ടികളെ സ്കൂളുകളിൽ ഈ ഗാനം ആലപിക്കുന്ന വഴി പ്രേരിപ്പിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുവഴി ദേശഭക്തി കുട്ടികളിൽ ഉണ്ടാകുന്നു എന്നൊരു കാര്യമുണ്ട്. ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം തന്നെ ഈ ഗാനം പൂർണ്ണമായ രീതിയിൽ ആലപിക്കുന്നത് യുവതലമുറയ്ക്ക് കൃത്യമായിട്ടുള്ള ചരിത്രബോധം പകർന്നു നൽകുകയും ചെയ്യും. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു തീരുമാനത്തിന് വന്ദേമാതരത്തിൻ്റെ ഫുൾ സ്റ്റാറ്റസ് റെസ്റ്റോർ ചെയ്യുന്നതിന് അതിൻ്റെ 150ാം വാർഷിക ആഘോഷത്തിൻ്റെ വേള വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷം പറയുന്നത് ഇത് ചരിത്രത്തിനെ പുനരാഖ്യാനിക്കുന്നു, വീണ്ടും ചരിത്രത്തിനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. എങ്കിൽ സത്യത്തിൽ അത് അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ പൂർവികരുടെ വിപ്ലവാത്മകമായിട്ടുള്ള ചരിത്രത്തെ, ചൈതന്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന വരികളാണതെല്ലാം. അതുകൊണ്ട് ചരിത്രത്തെ പുനരാഖ്യാനിക്കുകയല്ല, മറിച്ച് സത്യത്തിനെ പുനഃസ്ഥാപിക്കുകയാണ് ഈ ഗാനത്തിലൂടെ ചെയ്യുന്നത്. 1937 കോൺഗ്രസ് എടുത്തിരുന്ന തീരുമാനം സത്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയായിരുന്നു. മുസ്ലിം ലീഗ് ഇത് ഉന്നയിക്കുന്നത് വരെ മറ്റാർക്കും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൽ തന്നെ ഈ ഗാനം പാടിയിരുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവർക്കാർക്കും ഉണ്ടാകാതിരുന്ന ഒരു പ്രശ്നമാണ് മതാടിസ്ഥാനത്തിൽ മാത്രം രാഷ്ട്രചിന്തയിലേക്ക് പോയിരുന്ന ഒരു പാർട്ടി കോൺഗ്രസിനോട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഭിന്നിപ്പിന് വേണ്ടി ഉന്നയിച്ചിരുന്ന ഒരാശയമായി മാറിയത്. അത് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യ വിഭജനത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിരുന്നുവെങ്കിൽ 10 വർഷത്തിനകം അവരവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് അവസാനം അവർക്ക് മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം കിട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ വൻ കെടുതികളെ പോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഊർജം അത് പൂർണ്ണമായി ആവാഹിച്ച ഒരു ഗാനത്തിനെ നമ്മൾ 2 സ്റ്റാൻസയിലേക്ക് ചുരുക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പൂർണ്ണമായി ആലപിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ബോംബെ ഹൈക്കോടതി തന്നെ 2 വർഷം മുമ്പ് വന്ദേമാതരം ആലപിക്കുന്നത് മതപരമായിട്ടുള്ള ഒരു തെറ്റല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ഗാനം പൂർണ്ണമായിട്ടും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാകുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലാണോ ആ ഗാനം എഴുതിയിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാരതമാതാവിനെക്കുറിച്ചുള്ള സങ്കല്പം എന്തായിരുന്നോ
അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇനി മുതൽ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള 6 സ്റ്റാൻസുകളും 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യത്തിൽ ആലപിക്കും. ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയോടൊപ്പം ആലപിക്കുമ്പോൾ വന്ദേമാതരം ആദ്യം ആലപിക്കും. പ്രസിഡന്റ്, ഗവർണർമാർ എന്നിവരുടെ സെറിമോണിയലായിട്ടുള്ള ചടങ്ങുകൾ, പത്മ അവാർഡ് പോലെയുള്ള അവാർഡുകൾ നൽകുന്ന ചടങ്ങുകൾ, ദേശീയ പതാക ഹോയിസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ, സ്കൂൾ അസംബ്ലികൾ എന്നിവയിലെല്ലാം തന്നെ ഇനി ഈ ഗാനം ആലപിക്കാനായിട്ട് സാധിക്കും. ഈ തീരുമാനം കേവലം കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾക്ക് മാത്രമല്ല, മറിച്ച് അത് രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒരേപോലെ തന്നെ ബാധകവുമാണ്. ചുരുക്കി പറഞ്ഞാൽ വന്ദേമാതരം നമ്മുടെ ദേശീയതയുടെ പ്രതീകമാണ്, നമ്മുടെ ദേശീയ അഭിമാനമാണ്. അതിൻ്റെ പൂർണ്ണ രൂപം റെസ്റ്റോർ ചെയ്യുന്നത്, അത് ആലപിക്കുന്നത് നമ്മെ ഒരുമിപ്പിക്കും, നമ്മുടെ ചരിത്രത്തെ ആദരിക്കും. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ഏറ്റവും വലിയ ആദരവായിരിക്കും അത്. ഭാവി തലമുറയെ ദേശസ്നേഹമുള്ള നല്ലൊരു തലമുറയായി വളർന്നു വരാൻ അത് പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഈ തീരുമാനത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.